സോണി ലൈവിൽ റിലീസ് ചെയ്ത തെലുഗു വെബ് സീരീസാണ് ബൃന്ദ. തമിഴിലും ഹിന്ദിയിലും ഡബ് വേർഷനുമുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡ് ട്രെയിലറിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ് കാണാൻ തീരുമാനിച്ചത്. തുടക്കത്തിൽ കുറച്ച് ലാഗ് അടുപ്പിച്ചു, വില്ലനെയൊക്കെ നേരത്തെ തന്നെ കാണിച്ചു. ഇനി ക്ലീശയല്ലാതെ എന്ത് പറയുമെന്ന ചിന്ത വന്നു തുടങ്ങിയപ്പോഴേക്കും സീരീസിൻ്റെ പോക്ക് മൊത്തത്തിലങ്ങ് മാറി. 8 എപ്പിസോഡുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഈ സീരീസ് ഞങ്ങൾക്ക് തന്നത് ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. മതത്തിൻ്റെ അരാജകത്വവും അന്ധവിശ്വാസങ്ങളും കുറച്ച് മനുഷ്യരിൽ ഏൽപ്പിക്കുന്ന മുറിവുകൾ എത്രത്തോളമായിരുന്നുവെന്നും അവരുടെ ഒറ്റപ്പെടലും പ്രതികരണവും പ്രതികാരങ്ങളുമാണ് ബൃന്ദയുടെ ഇതിവൃത്തം. തൃഷ കൃഷ്ണൻ ലീഡ് റോളിലെത്തുന്ന ബൃന്ദയിൽ നായികയെ ഫെമിനിസ്റ്റ് ആക്കുക, സൂപ്പർ സ്റ്റാർ പരിവേഷം കൊടുക്കുക എന്ന ക്രിഞ്ച് പരിപാടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു സാധാ പോലീസ് ഓഫീസർ, ഇൻ്റലിജൻ്റ് ആണ് എന്നതൊഴിച്ചാൽ നോർമൽ ബിഹേവിയർ പോലും അല്ലാത്തൊരു കഥാപാത്രം. മലയാള സിനിമ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നേയില്ല എന്ന് ട്രോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഇന്ദ്രജിത്താണ് ഈ സീരീസിൻ്റെ മെയിൻ. ഇവരേതായാലും ശരിക്കും തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്ലാറ്റായി പോയിക്കൊണ്ടിരുന്ന സ്റ്റോറി എൻഗേജിങ് ആവുന്നതും ഇന്ദ്രൻ്റെ ക്യാരക്ടർ എത്തുന്നതോടുകൂടിയാണ്. രവീന്ദ്ര വിജയ്, ആനന്ദ് സ്വാമി ഇവരാണ് മറ്റ് സ്റ്റാർസ്. ഈയിടെ തമിഴിലും മലയാളത്തിലുമായി വരുന്ന വെബ് സീരീസ് നോക്കിയാൽ തിയേറ്ററിൽ കൊണ്ടുപൊട്ടിക്കുന്ന ബിഗ് ബഡ്ജറ്റ് മൂവികളെക്കാളും 200 പോലും മുടക്കാൻ തോന്നിക്കാത്ത പെട്ടിക്കട വുഡ് മൂവികളെക്കാളും ഒക്കെ ഗംഭീരമാണ് വരുന്ന സീരീസുകളെല്ലാം തന്നെ. സൂര്യ മനോജ് വങ്കാലയാണ് ബൃന്ദയുടെ ഡയറക്ടർ. ഇനിയും ഈ ക്രൈം ത്രില്ലർ എക്സ്പീരിയൻസ് ചെയ്യാത്തവർ സോണി ലൈവിലേക്ക് വിട്ടോളൂ.